ഈ ബൈ ഇലക്ഷൻ മുഴുവൻ പാർലമെന്റ് ഇലക്ഷൻ ദയനീയ പരാജയം കൂടെ കഴിഞ്ഞപ്പോ പിണറായിക്കെതിരെ ശക്തമായ ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ മുൻ മന്ത്രി സുധാകരൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ MA ബേബി സ്റ്റാൻഡിലാണ്. നമ്മുടെ തോമസ് ഐസക്, അതായത് ബുദ്ധിയും വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാരും കൂടെ പിണറായിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. ഞാൻ ഇത് എത്ര നാളായി വെള്ളാപ്പള്ളി പറഞ്ഞപ്പോ എനിക്ക് എന്ത് മനസമാധാനമായെന്നറിയാം. കാരണം വെള്ളാപ്പള്ളിയെപ്പോൾ ഒരാളത് പറയാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അദ്ദേഹം എപ്പോഴും പിന്നോക്കക്കാർക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളായി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലൊരു അഭിപ്രായം വരണമെങ്കിൽ എന്തുമാത്രം തിക്താനുഭവം അദ്ദേഹത്തിന്റെ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള സമുദായത്തിന്റെ നേതാവ് അദ്ദേഹം. ആ സമുദായങ്ങൾ പറയുന്ന പരാതികളൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെള്ളാപ്പള്ളിക്ക് പോകാൻ പറ്റുമോ? അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദനം പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ചോദിച്ചു, അവരെല്ലാം പേരാർക്കും ജോലിയില്ല. ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും ഒന്നുമില്ല. ഹിന്ദു നായരാകട്ടെ ഈഴവനാവട്ടെ, നായരും തീർന്നു. നായരില്ലെന്നായല്ലോ, ക്രിസ്ത്യാനി ഇല്ലെന്നായി. ഇനി ഈഴവനും ഉടനെ ഇല്ലെന്നാക്കാനുള്ള കളിയാണ് നടക്കുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളിയുടെ നയത്തിനെ അനുകൂലിക്കണം, സ്ട്രോങ് ആയ നിലപാട് നമുക്കൊക്കെ സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. നമസ്കാരം. പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് PC ജോർജ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവെന്ന് PC ജോർജ് പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പോലും പിണറായി വിജയനെതിരായി പരസ്യ പ്രസ്താവന ഇറക്കണമെങ്കിൽ അത്രമാത്രം പിണറായി വിജയനെ കൊണ്ട് അവർ പൊറുതിമുട്ടിയിട്ടുണ്ടാകുമെന്ന് PC ജോർജ് കൂട്ടിച്ചേർത്തു. കേരള മുഖ്യമന്ത്രി ഒരു വൻ പരാജയമാണ് എന്ന് തന്നെ തുറന്നടിക്കുകയായിരുന്നു PC ജോർജ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കോടാനുകോടി രൂപയിലും ഉണ്ടാക്കി വെച്ചത് എന്നെ ചെയ്യുകയാണ്. ബുദ്ധിയും വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാരും കൂടെ പിണറായിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. ഇത് കുടുംബസ്വത്തായിട്ട് ഇങ്ങനെ വയനാട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണ്? കുഴപ്പമെന്ന് വെച്ചാൽ ആരെന്ത് പറഞ്ഞാലും കേളം കുലുങ്ങിയാലെന്ന്, കാളം കുലുങ്ങിയാലും കേളം കുലുങ്ങിയാലെന്ന് പറഞ്ഞ പോലെ. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് അയാൾ അവിടെ കിടന്ന് കുത്തിയിരിക്കുകയല്ലേ. ആര് ചീത്ത പറഞ്ഞാലും ആയിക്ക് ഒരു പ്രശ്നവുമില്ല. ആള് തന്തയ്ക്ക് വിളിച്ചാൽ പോലെ ആള് മിണ്ടുകയല്ല. പിന്നെ എന്ത് ചെയ്യുന്നത്? ഭൂരിപക്ഷമുള്ള MLA-മാർ 100 സാമാന്യ മര്യാദയ്ക്ക് അവന്മാരെങ്കിലും മിണ്ടാൻ കഴിവുള്ള ഒറ്റ ഒരുത്തനില്ല. ഈളെ വർത്തമാനം പറയും, കമ്മിറ്റി വെച്ച് ഈളെ മുഖത്ത് നോക്കി മിണ്ടാൻ ഒറ്റ ഒരുത്തനില്ല CPM-നകത്ത്. ഇതുപോലെ CPM അതപ്പതിക്കാറുണ്ട്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പോ ഈ ബൈ ഇലക്ഷൻ മുഴുവൻ പാർലമെന്റ് ഇലക്ഷൻ ദയനീയ പരാജയം കൂടെ കഴിഞ്ഞപ്പോ പിണറായിക്കെതിരെ ശക്തമായ ഒരു വിഭാഗം വളർന്നു വരുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ മുൻ മന്ത്രി സുധാകരൻ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ MA ബേബി സ്റ്റാൻഡിലാണ്. നമ്മുടെ തോമസ് ഐസക്, അതായത് ബുദ്ധിയും വിവരമുള്ള കമ്മ്യൂണിസ്റ്റുകാരും കൂടെ പിണറായിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. അത് വലിയൊരു അപകടകരമായി മാറും പിണറായി വിജയൻ. അത് പിണറായി വിജയൻ ഇപ്പൊ വയസ്സ് 80 അയാളിനി അതിൽ നിന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒന്നാമത് പോസ്റ്റേറ്റ് അസുഖം ക്യാൻസറുകളുണ്ടല്ലോ. അപ്പൊ അയാള് മിക്കവാറും ഇത് വരുന്ന ചികിത്സയ്ക്ക് അന്ന് അമേരിക്ക പോയി, ഇങ്ങോട്ട് പോരില്ല. അവിടെ കൂടി ഈ കോടാനുകോടി രൂപയിലും ഉണ്ടാക്കി വെച്ചത് എന്നെ ചെയ്യുകയാണ്. അയലും മകളും എല്ലാം കൂടെ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കും, ഇങ്ങോട്ട് പോരുകയെന്ന് എന്റെ വിചാരം. ഞാൻ അങ്ങനെ കരുതുന്നു. അതാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഇത് എത്ര നാളായി വെള്ളാപ്പള്ളി പറഞ്ഞപ്പോ എനിക്ക് എന്ത് മനസമാധാനമായെന്നറിയാം. കാരണം വെള്ളാപ്പള്ളിയെപ്പോൾ ഒരാളത് പറയാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അദ്ദേഹം എപ്പോഴും പിന്നോക്കക്കാർക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളായി വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിൽ നിന്ന് ഇതുപോലൊരു അഭിപ്രായം വരണമെങ്കിൽ എന്തുമാത്രം തിക്താനുഭവം അദ്ദേഹത്തിന്റെ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഏറ്റവും വലിയ ഭൂരിപക്ഷമുള്ള സമുദായത്തിന്റെ നേതാവ് അദ്ദേഹം. ആ സമുദായങ്ങൾ പറയുന്ന പരാതികളൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെള്ളാപ്പള്ളിക്ക് പോകാൻ പറ്റുമോ? അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദനം പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ചോദിച്ചു, അവരെല്ലാം പേരാർക്കും ജോലിയില്ല. ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദുവും മുസ്ലിമും ഒന്നുമില്ല. ഹിന്ദു നായരാകട്ടെ ഈഴവനാവട്ടെ, നായരും തീർന്നു. നായരില്ലെന്നായല്ലോ, ക്രിസ്ത്യാനി ഇല്ലെന്നായി. ഇനി ഈഴവനും ഉടനെ ഇല്ലെന്നാക്കാനുള്ള കളിയാണ് നടക്കുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? വെള്ളാപ്പള്ളിയുടെ നയത്തിനെ അനുകൂലിക്കണം, സ്ട്രോങ് ആയ നിലപാട് നമുക്കൊക്കെ സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ പ്രിയങ്ക വരുന്നെങ്കിൽ അവർക്ക് ഒരു അല്പം പ്ലസ് ഉണ്ട് അവിടെ, അതൊരു സത്യമാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ സഹോദരി, ഇന്ദിരാജിയുടെ മകൾ എന്നൊരു ഒത്തിരിയേറെ അംഗീകാരം ഉണ്ടല്ലോ അവർക്ക്. രാഹുൽ ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ആ ബന്ധവും ഒരു ഫാമിലി സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇത് കുടുംബസ്വത്തായിട്ട് ഇങ്ങനെ വയനാട്ടിൽ വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ? ആ കുടുംബാധിപത്യത്തിനെതിരെ ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ പടർന്നു വന്നു കഴിഞ്ഞാൽ അതിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയും. BJP വളരെ സ്ട്രോങ് ആണ്. വയനാട് ജില്ലയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങുന്നുണ്ട്. നമുക്കറിയാം. നമുക്ക് കാത്തിരുന്ന് കാണാം.